നാഷണൽ ഹെറാൾഡ് കേസിലെ കോടതി ഉത്തരവ് ആയുധമാക്കി കോൺഗ്രസ്. മോദിയുടെയും അമിത്ഷായുടെയും മുഖത്തേറ്റടിയെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. കേന്ദ്ര ഏജൻസികളെ സർക്കാർ ദുരുപയോഗം ചെയ്തുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ആരോപിച്ചു. ये लोग ये कर रहे हैं कि एक पॉलिटिकल वेंडेटा, एक द्वेष के दृष्टि से ये केस किया जा रहा है. आज मनी लैंडिंग, CBI ऐसे एजेंसीज को उपयोग करके हमारे कांग्रेस नेताओं को बदनाम कर रहे हैं. ऐसे 50 लोगों को ऐसे ED का केस डालकर पता और अपना पॉलिटिकली उसको उपयोग करने के लिए मोदी जी और शाह रिसिग्नेशन देना चाहिए. वो क्योंकि उनके मुंह पे एक थप्पड़ मारे जैसा हुआ है. BJP ഗവൺമെന്റ് EDയെ മിസ്യൂസ് ചെയ്തുകൊണ്ട് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ, പ്രത്യേകിച്ച് ഗാന്ധി കുടുംബത്തെ, കോൺഗ്രസ് അധ്യക്ഷനെ എങ്ങനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു ഉണ്ടാക്കിയ പ്രതീതി എന്താണ്? രാഹുൽ ഗാന്ധി എന്തോ കുറ്റം ചെയ്തു, സോണിയാഗാന്ധിയെ അപമാനിക്കുകയായിരുന്നില്ലേ? ഇത് സത്യത്തില് EDയുടെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ്. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുഖത്തേറ്റ അവരുടെ ഈ നടപടികൾക്കെതിരെ കനത്ത പ്രഹരമാണെന്നുള്ള കാര്യം സംശയം. നാഷണൽ ഹെറാൾഡ് കേസിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. പാർലമെന്റ് കവാടത്തിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു. ശശി തരൂരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. PR സുനിലും നോബിൾ മാരിക്കാരനുമുണ്ട്. ലോക്സഭയിൽ നിന്നുള്ള വിവരങ്ങളുമായി PR സുനിൽ. സുനിൽ, ഇപ്പോൾ നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസിന് ശക്തമായി പ്രതികരിക്കാനുള്ള സാഹചര്യം ഒത്തുവന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ പറ്റില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയുള്ള കേസ്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മുഖത്തേറ്റടി എന്ന് കോൺഗ്രസ് പറയുകയും ചെയ്യുകയാണ്. ലോക്സഭയിൽ വിഷയം എങ്ങനെയാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് സുനിൽ? സ്മൃതി, ഈ വിഷയം ലോക്സഭയിലും പാർലമെന്റിന്റെ ഇരു സഭകളിലും ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണ് എന്നാണ് കോൺഗ്രസ് പ്രധാനമായും ആരോപിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ ചർച്ച വേണം എന്നാണ് ഇപ്പോൾ ലോക്സഭയിൽ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിൽ മാണിക്യം ടാഗോർ ആവശ്യപ്പെടുന്നത്. ദില്ലി റോസവനി കോടതിയുടെ ഉത്തരവ് കേന്ദ്ര സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസ് വ്യാജമാണ് എന്ന് കോടതി കണ്ടെത്തിയെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി കേസുകൾ ചുമത്തി രാഷ്ട്രീയ പാർട്ടികളെ, രാഷ്ട്രീയ നേതാക്കളെ പ്രതിസന്ധിയിലാക്കുന്ന കേന്ദ്ര സർക്കാർ സമീപനം കോടതി തുറന്നു കാട്ടിയിരിക്കുകയാണെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഏതായാലും ഇപ്പോൾ ലോക്സഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. രാജ്യസഭയിലാണെങ്കിൽ ശൂന്യവേളയാണ്. ഇതിനുശേഷമായിരിക്കും രണ്ട് സഭകളിലും ഈ വിഷയം ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുക. രാവിലെ ചേർന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഈ വിഷയം സജീവമായി പാർലമെന്റിന്റെ വരും ദിവസങ്ങളിൽ ഉയർത്താനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പാർലമെന്റ് കവാടത്തിൽ ധർണ നടക്കുന്നത്. ഇപ്പോൾ സഭയ്ക്കുള്ളിൽ വിഷയം ഉന്നയിക്കാൻ പോകുന്നത്. ശരി, നോബിൾ മാരിക്കാരൻ കൂടി. നോബിൾ, ഇപ്പോൾ കേന്ദ്രത്തിനെതിരെ നേതാക്കൾക്ക് കിട്ടിയ ആയുധമാണ്, അതിശക്തമായി ഉന്നയിക്കുന്നു. ഇതിപ്പോൾ ഒരു കേസല്ലോ, പലതവണയായി കോൺഗ്രസിനെതിരെ കേന്ദ്ര ഏജൻസികളെ വിട്ട് കോൺഗ്രസിലെ പ്രധാന നേതാക്കൾക്കെതിരെയുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോവുകയായിരുന്നു കേന്ദ്രം. ഇപ്പോൾ കോടതിയിൽ നിന്ന് തിരിച്ചടി വന്ന സാഹചര്യത്തിൽ ഇനി കേസ് എടുക്കുന്നതിന് പോലും ഒന്ന് ആലോചിക്കേണ്ടി വരുമെന്നുള്ള സാഹചര്യമുണ്ട്. എങ്ങനെയാണ് അപ്പോൾ കോൺഗ്രസിന്റെ നീക്കം? പുറത്ത് ഈ വിഷയം എങ്ങനെ ഉന്നയിക്കും? സ്മൃതി, നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനെതിരെ വലിയ ആരോപണങ്ങൾ നേരത്തെ BJP ഉന്നയിച്ചതാണ്. ED കേസും CBI കേസും ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയ തരത്തിൽ വിമർശനം ഉന്നയിച്ചതാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇന്നലെ റോസവനി കോടതിയിൽ നിന്ന് വലിയ ആശ്വാസം കോൺഗ്രസ് ലഭിച്ചത്. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി അടക്കമുള്ള ആളുകൾക്കെതിരായ കുറ്റപത്രം കോടതി തള്ളിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള പ്രചാരണത്തിലേക്ക് പോവുകയാണ് കോൺഗ്രസ് എന്താണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ രാവിലെ പ്രധാന നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടു. അത്തരത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ, KC വേണുഗോപാൽ, മനു അഭിഷേക് സിംഗ്വി അടക്കമുള്ള നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയും കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഭാഗമായിരുന്നു നാഷണൽ ഹെറാൾഡ് കേസെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല പല ഏജൻസികൾ, CBI, ED അടക്കമുള്ള ഏജൻസികൾ പലതവണ അന്വേഷിച്ചിട്ടും ഒന്നും കണ്ടെത്താൻ കഴിയാത്ത കേസാണ്. ഇത്തരത്തിൽ കുറ്റപത്രം അടക്കമുള്ള കാര്യങ്ങൾ അതുകൊണ്ടാണ് കോടതി തള്ളിയത്. പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോദിയും അമിത്ഷയും രാജിവെക്കുകയാണ് വേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കി. അവരുടെ മുഖത്തേറ്റ അടിയാണ് ഈ ഉത്തരവ് എന്നുകൂടി നേതാക്കൾ പറയുന്നു. അത്തരത്തിൽ വലിയ പ്രാർത്ഥന സമ്മേളനത്തിൽ പിന്നാലെ ഇന്നിപ്പോൾ പാർലമെന്റ് കവാടത്തിലേക്കാണ് പ്രധാന നേതാക്കൾ എത്തിയത്. പ്രത്യേകിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ ഇങ്ങോട്ട് പാർലമെന്റ് കവാടത്തിലേക്ക് എത്തുകയും അവിടെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട്
പ്രതിഷേധിക്കുകയും ചെയ്തു. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസിന്റെ സമരവേദിയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു ശശി തരൂർ MP. ശശി തരൂർ അടക്കം ഇന്നത്തെ ഈ നാഷണൽ ഹെറാൾഡ് പ്രതിഷേധത്തിൽ പങ്കെടുത്തു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയം സഭയ്ക്ക് അകത്തും പുറത്തും ഒരുപോലെ ഉന്നയിക്കും. നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന ഈ രാഷ്ട്രീയ വേട്ടയാടൽ അടക്കമുള്ള വിഷയങ്ങൾ ജനങ്ങളെ ബോധിപ്പിക്കാൻ സഭയ്ക്ക് അകത്തും പുറത്തും വലിയ പൊതുശങ്ങൾ സംഘടിപ്പിക്കുമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയത്. രാഷ്ട്രീയ പോരാട്ടത്തിലാണ് ഇതുവഴി ഒരുങ്ങുന്നത് എന്ന് കൂടി കോൺഗ്രസ് വ്യക്തമാക്കുന്നതാണെങ്കിലും നാഷണൽ ഹെറാൾഡ് കേസിന്റെ കുറ്റപത്രം കോടതി തള്ളിയതോടെ വലിയ ആത്മവിശ്വാസം ഈ വിഷയത്തിൽ കോൺഗ്രസ് നേരത്തെ പ്രത്യേകിച്ച് AJLK ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിൽ ഈ കള്ളപ്പണ വെളുപ്പിൽ അടക്കമുള്ള കാര്യങ്ങളാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയൊക്കെ നടത്തിയ തരത്തിലായിരുന്നു BJP വലിയ പ്രചാരണം ഉണ്ടായത്. EDയുടെ കുറ്റപത്രമൊക്കെ അത്തരത്തിലായിരുന്നു വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തത്. എന്താണെങ്കിലും കോടതി ഈ കുറ്റപത്രം തള്ളിയതോടെ കോൺഗ്രസിന് വലിയ ആശ്വാസം ലഭിച്ചിരിക്കുന്നു. ആശ്വാസം പരമാവധി രാഷ്ട്രീയ ആയുധമാക്കി കേന്ദ്ര സർക്കാരിനും BJPക്കും എതിരെ ഉന്നയിക്കുകയാണ് കോൺഗ്രസ്. അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധങ്ങളാണ് അല്പം മുമ്പ് പാർലമെന്റ് കവാടത്തിൽ അടക്കം കാണുകയും ചെയ്തത്. ശരി, നാഷണൽ ഹെറാൾഡ് കേസ് ഇപ്പോൾ കോൺഗ്രസിന് ഒരു ശക്തമായ ആയുധമായിരിക്കുകയാണ്. PR സുനിലും നോബിൾ മാരിക്കാരനുമാണ് വിവരങ്ങൾ നൽകിയത്.